ഹൈ ഡിയേഴ്സ്, അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റും വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടാണ്. അപ്പോൾ വീണ്ടും 2 ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയേക്കുന്നത്. നമ്മൾ കുറേ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി പരീക്ഷണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് നമ്മുടെ പാഴ്സലൊക്കെ വരുമ്പോൾ അതിനകത്ത് കിട്ടുന്ന ഫോം ഫില്ലേഴ്സ് ഉണ്ടല്ലോ, അതിൻ്റെ പല ഷേപ്പിലിങ്ങനെ കാണാം. അപ്പോൾ ഇങ്ങനെ പാഴ്സലൊക്കെ വരുമ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് കളക്ട് ചെയ്തൊക്കെ വെക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പല ടൈപ്പിൽ പല ഷേപ്പിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു ഷേപ്പിൽ നീളമുള്ളൊരു ഷേപ്പാണ്. അതിനകത്ത് നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അറ്റം ഒന്ന് ചുരുട്ടി കൊടുത്തിട്ട് ഇതുപോലെ ട്രീ പേപ്പർ കോൺ ഉണ്ടാക്കി വെക്കില്ല, അതുപോലെ ഒന്ന് ഒട്ടിച്ചൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതുപോലെ പല സാധനം ഇതുപോലെ പേപ്പറിൽ കോൺ ഉണ്ടാക്കി നമ്മൾ ഒട്ടിച്ച് കൊടുത്ത് നോക്കാറുണ്ടല്ലോ. അപ്പോൾ ഇത് ഫുള്ള് ഒരു വൈറ്റ് തീമിൽ അങ്ങ് വെച്ചു. അതായത് നമ്മൾ ഐസിനകത്തൊക്കെ സ്നോയിലൊക്കെ ഇരിക്കില്ലേ, അപ്പോൾ ഒരു ഉറഞ്ഞിരിക്കുന്ന പോലെ ഒരു വൈറ്റ് തീമിലുള്ളൊരു സ്നോ, അതിനെ ഒന്നും ചെയ്തില്ല, അതേപോലെ വെച്ചിട്ട് ഒരു സ്റ്റാറും കൂടി ഉണ്ടാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ നമ്മുടെ വേറൊരു ഷേപ്പുണ്ട്, അത് ഇച്ചിരി കൂടി ചെറിയ ഷേപ്പായിരുന്നു. അപ്പം ഞാനത് കുഞ്ഞായിട്ട് കുറേ കട്ടിട്ട് കൊടുത്തിട്ട് അതിങ്ങനെ അറ്റം ചുരുട്ടിയപ്പം വേറൊരു ഷേപ്പാക്കി എടുക്കുക, വേറെ ഷേപ്പല്ല വേറൊരു ട്രീ കൂടെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഇത് രണ്ടും 2 ടൈപ്പിലെ ഫോം ഫില്ലേഴ്സ് ആയിരുന്നു. അപ്പം ഇത് ഞാനിങ്ങനെ കുഞ്ഞായിട്ട് കുറേ ഉണ്ടാക്കിയിട്ട് നിറച്ച് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഗ്രീൻ പെയിൻറ്റ്, നല്ല ഡാർക്ക് ഗ്രീൻ എടുത്ത് ഗ്രീൻ പെയിൻറ്റ് ഫുള്ളൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ ഫുൾ കംപ്ലീറ്റ് അടിച്ചില്ല, ഇടയ്ക്കൊരു വൈറ്റും കൂടി വരുന്ന രീതിയിൽ തന്നെ അങ്ങ് വെച്ചു. നമ്മൾ സ്നോയിൽ തന്നെ ഇരിക്കുന്ന ഒരു ഫീലിൽ എന്നിട്ടൊരു സ്റ്റാറും കൂടി വെച്ച് കൊടുത്തു. അപ്പം നമ്മൾ ഫുള്ളായിട്ടും വേസ്റ്റ് മെറ്റീരിയൽ തന്നെ വെച്ചിട്ടാണ് ഇങ്ങനത്തെ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നത്. ഇതും ഒരു സ്റ്റാൻഡ് പോലെ 2 കുപ്പി എടുത്തിട്ട് അതിൽ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വേസ്റ്റ് മെറ്റീരിയൽ വെച്ചൊക്കെ ആയിട്ട് ഒരുപാട് ക്രാഫ്റ്റായിട്ട് വരാം. ഈ ക്രിസ്മസ് ട്രീ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക്